ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വീട്ടിൽ തന്നെ നമുക്ക് ഒരു ദിവസം എങ്ങനെ നമ്മുടെ മുഖത്തിന് കെയർ കൊടുക്കാം, ഒരാഴ്ചയിൽ എങ്ങനെ കെയർ കൊടുക്കാം, ഒരു മാസത്തിൽ എങ്ങനെ കെയർ കൊടുക്കാം, ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ചെറിയ വീഡിയോ ആണ്, എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ക്ലെൻസ് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ക്ലെൻസർ വാങ്ങിച്ച് ക്ലെൻസ് ചെയ്യാറുണ്ട്. അതല്ലാണ്ട് നമ്മുടെ വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഡ്രൈ സ്കിന്നിന് ഓയിൽ സ്കിന്നിന് ഞാൻ വേർതിരിച്ച് പറയാം. അതായത് ഓയിൽ സ്കിന്നിനാണെങ്കിൽ ഇപ്പം നമ്മുടെ പ്രായമുള്ളവർക്കെല്ലാം ഏകദേശം ഡ്രൈ സ്കിൻ ആയിരിക്കും. ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ നമുക്ക് കുറച്ച് തൈരെടുത്ത് രാവിലെ മുഖം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ വെച്ച് കഴുകിക്കളയാം. ഈ ക്ലെൻസ് ചെയ്യുന്നതാണ് തന്നെ ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ വെള്ളരിക്കയുടെ നീര് വെച്ച് നമുക്ക് കുറച്ച് നേരം തേച്ച് പിടിപ്പിച്ചിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം. അപ്പോൾ ക്ലെൻസിങ് ഓയിലി സ്കിന്നും ഡ്രൈ സ്കിന്നുള്ളവരും മനസ്സിലായല്ലോ. ഇനി നമ്മൾക്ക് വേണ്ടിയത് ടോണറാണ്. ടോണർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റോസ് വാട്ടർ നമ്മൾ വാങ്ങിച്ച് വെച്ചിരുന്നാൽ മതി. റോസ് വാട്ടർ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഉണ്ടാക്കി ഉപയോഗിക്കുക. ഇനി ടോണർ കഴിയുമ്പോൾ മോയ്സ്ചറൈസറാണ്. ഓയിലി സ്കിന്നുള്ളവർ മോയ്സ്ചറൈസറിന് അലോവേറ ജെല്ലും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. അലോവേറ ജെല്ല് വീട്ടിലുള്ളവരാണെങ്കിൽ അത് നമ്മൾക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് അത് തന്നെ ചെയ്യാം. ഡയറക്റ്റായിട്ടും യൂസ് ചെയ്യാം. ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ നിന്നൊരു മഞ്ഞ ദ്രാവകം വരും. അത് കളഞ്ഞിട്ട് വേണം, കഴുകിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഇല്ല, നമുക്ക് അലോവേറ ജെല്ല് വാങ്ങാം. പ്ലെയിനായിട്ട് കിട്ടുന്ന അലോവേറ ജെല്ല് വാങ്ങിച്ചിട്ട് അത് റോസ് വാട്ടർ മിക്സ് ചെയ്ത് നമുക്ക് മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കാം. ഇത് എന്നും ചെയ്യാൻ പറ്റുന്നതാണ്. ഡ്രൈ സ്കിന്നുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ അലോവേറ ജെല്ലും റോസ് വാട്ടറിൻ്റെയും കൂടെ ഒരു 2-3 ഡ്രോപ്പ് വെർജിൻ കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മുഖത്തിട്ടാൽ മതി. അപ്പോൾ ഡ്രൈ സ്കിന്നിന് ആ ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത്. ഇനി 6 ദിവസവും നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യണം? വീക്ക്ലി കെയറിലോട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 7ാമത്തെ ദിവസം നമ്മളൊരു സ്ക്രബും കൂടെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഡെഡ് സ്കിൻ സെൽസും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം മാറിക്കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓയിലി സ്കിന്നുള്ളവർ സ്ക്രബിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി, ഒരു സ്പൂൺ അരിപ്പൊടി, 1 സ്പൂൺ തേങ്ങ തിരുമിയത് കുറച്ചൊന്ന് പൾസ് ചെയ്യണം. കുറച്ചൊന്ന്, അത് വലിയ കഷ്ണമായിട്ട് കിടക്കരുത്. പിന്നെ ഒരു തൈര്, ഒരു 1/2 ടീസ്പൂൺ തൈര്, പിന്നെ റോസ് വാട്ടർ, പിന്നെ ടെർമറിക് പൗഡർ, അതായത് മഞ്ഞൾപ്പൊടി, ഇത്രയിട്ട് നല്ലവണ്ണം നല്ല ഒരു പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം അത് നമ്മുടെ ഇടുക. ഓയിലി സ്കിന്നുള്ളവർ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പം അത് ഏകദേശം ഉണങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മളത് സ്ക്രബ് പോലെ നമ്മൾ തിരുമി അതിനെ ഇളക്കുമ്പോൾ തന്നെ അപ്പോൾ അത് സ്ക്രബിൻ്റെ എഫക്റ്റാണ് കിട്ടുന്നത്. ഇത് ചെയ്തതിന് ശേഷം ആണ് അത് കുറച്ച് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് മോയ്സ്ചറൈസർ ഇടുക. അന്നത്തെ ദിവസം മോയ്സ്ചറൈസർ ഇടേണ്ട. അപ്പോൾ ആദ്യം ക്ലെൻസിങ്, പിന്നെ ടോണർ ആപ്ലിക്കേഷൻ. ക്ലെൻസ് ചെയ്ത ടോണർ ആപ്ലിക്കേഷൻ ഇടുന്നതിന് മുമ്പേ വേണമെങ്കിൽ സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്തതിന് ശേഷം ടോണർ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു ദിവസമാണ് ചെയ്യാനുള്ള ഓയിലി സ്കിന്നുകാർ. ഇതേ സ്ഥാനത്ത് ഡ്രൈ സ്കിന്നുകാർ എന്ത് ചെയ്യണം? ഡ്രൈ സ്കിന്നുകാർ ചെയ്യുമ്പോൾ തൈരിൻ്റെ സ്ഥാനത്ത് പാലാണ് ചേർക്കാനുള്ളത്. അരിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ തേങ്ങ, തൈരിന് പകരം പാല്, റോസ് വാട്ടർ, ഇത്രയും മിക്സ് ചെയ്തിട്ട് മുഖത്ത് പുരട്ടി ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ അത് കുറച്ചൊന്ന് ഉണങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ തീരെ ഉണങ്ങാനായിട്ട് കാത്തു നിൽക്കരുത്. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ വലിഞ്ഞു പിടിക്കും. അപ്പോൾ അതിനനുവദിക്കാതെ അതൊന്ന്, ഇനി ഉണങ്ങിപ്പോയാൽ കുറച്ചൊന്ന് വെള്ളം വെച്ച് ഒന്ന് ഡാബ് ചെയ്തതിന് ശേഷം അതൊന്ന് റൗണ്ട് മോഷനിൽ തേച്ച് ഇളക്കുക. അത് നല്ലൊരു സ്ക്രബാണ്. അത് വേണം ഡ്രൈ സ്കിന്നുള്ളവർ ചെയ്യാൻ. അപ്പം ഈ 7 ദിവസവും കഴിയുമ്പോൾ നമുക്ക് മാസത്തിലൊരു ദിവസം എന്താണ് ചെയ്യാൻ പറ്റുന്നത്? മാസത്തിലൊരു ദിവസം നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയി ഒരു പ്രൊഫഷണൽ ഫേഷ്യൽ എടുക്കാം. അത് ഒരു 20-21 വയസ്സിന് മുന്നേ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അത് ക്ലീനപ്പ് മാത്രം ചെയ്താൽ മതി. അല്ല, അതിന് ശേഷമുള്ളവരാണെങ്കിൽ ഒരു നല്ല ഫേഷ്യൽ, അവനവൻ്റെ സ്കിൻ ടൈപ്പിനുള്ളൊരു ഫേഷ്യൽ എടുക്കാം. ഇനി വീട്ടിൽ ഫേഷ്യൽ ചെയ്യാൻ അറിയാവുന്നവർ വീട്ടിൽ തന്നെ ഫേഷ്യൽ കിറ്റ് വാങ്ങാൻ കിട്ടും, വാങ്ങി ചെയ്താലും മതി. ഇനി ഡാർക്ക് സർക്കിൾസിന് എന്ത് ചെയ്യണം? കണ്ണിൻ്റെ ചുറ്റാകെയുള്ള കറുപ്പിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉരുളക്കിഴങ്ങ്, പൊട്ടറ്റോ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഇതിൽ കുറച്ച് അരിപ്പൊടിയും മിക്സ് ചെയ്തിട്ട് കണ്ണിൻ്റെ ചുറ്റാകെ ഇടണം. കണ്ണത് തുറന്ന് കണ്ണിൻ്റെ അകത്താക്കരുത്. അപ്പോൾ അതിൻ്റെ ചുറ്റാകെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ, ഇത് ദിവസവും ചെയ്യാന്നുള്ളതാണ്.
ഇത് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിൻ്റെ കറുപ്പ് നന്നായിട്ട് കുറഞ്ഞു കിട്ടും നിങ്ങൾക്ക്. ഇനി പാക്കിന്, മുഖത്തിടുന്ന പാക്കിന് വേണ്ടിയിട്ടാണ്. മുഖത്തിടുന്ന പാക്ക് നമുക്ക് പിന്നീട് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്, അതായത് മാങ്ങയാണെങ്കിലോ സ്ട്രോബെറി ആണെങ്കിലോ അല്ലെങ്കിൽ പപ്പായ ആണെങ്കിലോ എന്തെങ്കിലും നല്ല പഴുത്തത് അല്ലെങ്കിൽ പഴമാണെങ്കിലോ എന്തായാലും നല്ലോണം മാഷ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് വേണമെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഇയുടെ ഒരു 2 ഡ്രോപ്പ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കിട്ടുമല്ലോ, അതും കൂടെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് പാക്കായിട്ടിടാം. പാക്കായിട്ടിട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു 15 മിനിറ്റ്സ് കഴിയുമ്പോൾ വാഷ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് വീട്ടിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഈവൻ ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും കുട്ടികൾക്കായിരുന്നു, കുട്ടിയെന്ന് വെച്ചാൽ കൊച്ചുകുട്ടികളല്ല ഞാൻ പറയുന്നത്, ചെറുപ്പക്കാരായ കുട്ടികളായിരുന്നാലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അതായത് നല്ല വെർജിൻ കോക്കനട്ട് ഓയിൽ കുറച്ചെടുക്കുക, അതിൽ കുറച്ച് നല്ല റോസ് വാട്ടർ എന്ന് വെച്ചാൽ നിങ്ങൾ പോയി കടയിൽ നിന്ന് ഈ എസൻസ് ചേർത്ത റോസ് വാട്ടറിൽ നല്ല ഡിസ്റ്റിൽ ചെയ്ത പ്യുവർ റോസ് വാട്ടർ അതും കൂടെ മിക്സ് ചെയ്തിട്ട് ദേഹത്ത് മുഴുവൻ തേച്ച് പുരട്ടുക. അത് നല്ലൊരു മോയ്സ്ചറൈസറാണ് ദേഹത്തിന്. അതുപോലെ നിങ്ങൾ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രബാണ് നിങ്ങൾക്ക് വേണ്ടിയതെങ്കിൽ നമ്മുടെ കാപ്പിപ്പൊടി, ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി അല്ലാണ്ട് മറ്റേ കാപ്പിപ്പൊടി ഉണ്ടല്ലോ, അത് സ്ക്രബിന് വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് ഇൻസ്റ്റൻറ്റ് എടുക്കേണ്ടതെന്ന് പറയുന്നത്. കാരണം ഇൻസ്റ്റൻറ്റിന് നമുക്ക് സ്ക്രബിൻ്റെ എഫക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ സാധാരണ കാപ്പിപ്പൊടി എടുത്തതിന് ശേഷം കുറച്ച് വെർജിൻ കോക്കനട്ട് ഓയിൽ കൂടെ മിക്സ് ചെയ്ത് ദേഹത്ത് മുഴുവൻ തേച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ ദേഹത്തിന് നല്ല കളറും കിട്ടും, ഡെഡ് സ്കിൻ സെൽസ് പോയി നല്ല സ്കിന്ന് നല്ല മാർദ്ദമായിട്ടിരിക്കുകയും ചെയ്യും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം ഇത്രയാണ് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾക്ക്. പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പകലാണെങ്കിൽ SPF ഉപയോഗിക്കുക, സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഒരു 30+ ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ. ഓയിലി സ്കിൻ ഉള്ളവർ ജെൽ ടൈപ്പ് സൺസ്ക്രീൻ ഉപയോഗിക്കാം. ഭയങ്കര ഡ്രൈ സ്കിൻ ഉള്ളവർ കുറച്ചൊരു ഓയിൽ കണ്ടൻറ്റ് കൂടുതലുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ, സൺസ്ക്രീൻ നമുക്ക് എന്തായാലും വീട്ടിലൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ വെളിയിൽ നിന്ന് തന്നെ വാങ്ങിയേ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എല്ലാ കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മുടെ ഈ കല്യാണം ഒക്കെ ആകുന്ന കുട്ടികൾ അല്ലെങ്കിൽ നമുക്ക് അടുത്ത് ഒരു 1.5 മാസം കഴിഞ്ഞൊരു ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയേ മുഖത്തിന് ഒരുപാട് മാറ്റം വരും നിങ്ങൾക്ക്. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന, അടുക്കളയിൽ തന്നെ നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ്, കണ്ണിന് ചുറ്റാക ഡാർക്ക് സർക്കിൾസിന് മാത്രം അതൊക്കെ ഇടുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, ഒന്ന് ഇരുന്നിട്ട് കണ്ണടച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് മാത്രം ഒന്ന് സൂക്ഷിച്ചാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് അടുക്കളയിൽ നിൽക്കുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളൂ. ഓക്കെ, ബൈ, ലവ് യു ഓൾ, താങ്ക് യു.